എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആരുടെയും നിയന്ത്രണത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ഒരാളുടെ നിയന്ത്രണത്തിലാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് നോ പറയാൻ പേടിയായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, നമ്മളതിന് റെഡി അല്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവും. അവരെ നിരാശപ്പെടുത്താൻ വയ്യ എന്ന് കരുതിയിട്ട് നമ്മൾ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടായിരിക്കും. നമുക്ക് നോ പറയാൻ മടിയായിരിക്കും അവരോട്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് യു കീപ്പ് ഡിഫെൻഡിങ് ദെയർ ബിഹേവിയർ. അവർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, അത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലും തോന്നുന്നുണ്ടായിരിക്കും അവർ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ പിന്നെ നമ്മുടെ മനസ്സിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇന്ന കാര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്, അവർക്ക് വിഷമായതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ചത്, അത് അപ്പോഴത്തെ ഒരു ഇമ്പൾസീവായ പ്രതികരണമായിരിക്കും, അവർ പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് അറിയാതെ അങ്ങനെ ചെയ്തതായിരിക്കും. അങ്ങനെ പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെയാണ്. നമുക്ക് സത്യം അംഗീകരിക്കാൻ മടിയാണ്. അവർ ചെയ്ത് തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളതാണ് യുവർ ചോയ്സസ് ഡിപ്പെൻഡ് ഓൺ ദെയർ റിയാക്ഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരിക്കും, പക്ഷെ അവർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്കിത് ഇഷ്ടമാകുമോ, നമ്മൾ ആദ്യം ചിന്തിക്കുക നമുക്കിത് ഇഷ്ടമാകുമോ, നമുക്കിത് ഇഷ്ടമാണോ എന്നായിരിക്കില്ല, അവർക്കിത് ഇഷ്ടമാകുമോ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അത് ചെയ്യാൻ നമ്മൾ റെഡിയാവും. അങ്ങനെ നമ്മുടെ എല്ലാ ഡിസിഷനും അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും, അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഡിസിഷനും എടുക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ആളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയേണ്ടി വരും. പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പിന്നിലേക്ക് മാറ്റിവെക്കും. നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയാതെ ബാക്കിലേക്ക് മാറ്റിവെക്കും. അവരുടെ അഭിപ്രായത്തിനോട് യോജിച്ചു പോകാനും ശ്രമിക്കും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടാലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ ആ സമാധാനം ഇല്ലാതായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ മാറ്റിവെക്കും. പിന്നെ ആളുകൾ നമ്മളെ നിയന്ത്രിക്കുന്നത് നീ അത് ചെയ്ത് ശരിയായില്ല, നീ അത് ചെയ്യരുത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല. ചിലർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉറപ്പാണോ, ഇത് ശരിയാവുമോ, നിനക്ക് നല്ല ഉറപ്പുണ്ടോ, അങ്ങനെ കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ ആർ യു ഷുവർ എന്ന് കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും. അയ്യോ ഇനിയിപ്പോൾ അത് പ്രശ്നമാവുമോ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അങ്ങനെ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ആ തീരുമാനം വേണ്ടാന്ന് വയ്ക്കുക, അത് പിന്നോക്കം മാറാൻ നമ്മൾ ശ്രമിക്കും. കാരണം നമുക്ക് നമ്മുടെ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം ഇല്ലാതാവുകയാണ്. അവർ നിനക്ക് ഉറപ്പുണ്ടോ, നിനക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കമ്മിയാവും. അപ്പോൾ ഒരാൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല, പകരം നമ്മളെ തന്നെ സെൽഫ് ഡൗട്ടിൽ ആക്കി മാറ്റും അവർ. നിനക്ക് ഉറപ്പുണ്ടോ നിനക്കത് ചെയ്യാൻ കഴിയുന്നത്, നിന്നെ കൊണ്ടത് പറ്റുമോ, അങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ച് നമ്മളെ കൊണ്ടത് സാധിക്കില്ല എന്ന് നമ്മളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കും. അങ്ങനെയും ആളുകൾ നമ്മളെ കൺട്രോൾ ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് യു അവോയ്ഡ് കോൺവെർസേഷൻ ടു മേക്ക് പീസ്. നമ്മൾ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫിക്കൽട്ടായ കോൺവെർസേഷൻസ് ചെയ്യില്ല. നമുക്ക് പല കാര്യങ്ങളും അവരെ കൺഫ്രണ്ട് ചെയ്യണമെന്നുണ്ടായിരിക്കും. നിങ്ങളത് ചെയ്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ പറയരുത്, എനിക്കിതാണ് ഇഷ്ടം എന്നൊക്കെ പറയണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്താ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ ആ സമാധാനം പോവും, വീണ്ടും പ്രശ്നമാവും, ആകെ വഴക്കാവും. അങ്ങനെയൊക്കെ കരുതിയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിൽ തന്നെ വെക്കും. നമ്മൾ ബോട്ടിലപ്പ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളെ, നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. കാരണം ആ ബന്ധത്തിൽ പ്രശ്നമായാലോ എന്ന് കരുതിയിട്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് നമുക്കത് ഇഷ്ടമാണോ എന്നുള്ളതിന് പകരം മറ്റൊരാൾ ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ആളുടെ നിയന്ത്രണത്തിൽ, അത് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറായിരിക്കാം, നമ്മുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കോച്ച് എന്നൊക്കെ പറയും പോലെയുള്ള ഗാർഡിയൻ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ. അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും, അവർ നമുക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി എന്തൊക്കെ ഉപകാരം ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ നല്ലത് മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനൊന്നും പേടിക്കേണ്ടി വരരുത്. അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആലോചിച്ചിട്ടാവരുത് നമ്മളോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റുള്ളവരെ നിരാശപ്പെടുത്താൻ മടിച്ചിട്ട് നമ്മളെ തന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് താഴേക്ക് പോവുകയാണ്. അത് ആര് തന്നെയാണെങ്കിലും അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട്.
തീരുമാനങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം മാത്രം വേണമെങ്കിൽ അവരെ അറിയിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരോട് അഭിപ്രായം ചോദിച്ച് അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലേക്കൊന്നും മാറരുത്. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയണം. മറ്റുള്ളവർ നിരാശപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മളെ തന്നെ നിരാശപ്പെടുന്ന അവസ്ഥ, നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ബാക്കിലേക്ക് വെക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നല്ലതിനല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ സമാധാനം പോകുമെന്ന് കരുതി ചോദിക്കാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത്. ബ്രിങ് അപ്പ് ദ ടോപ്പിക്. നമ്മൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക തന്നെ വേണം. പറയേണ്ട സമയത്ത് പറയേണ്ട ആളോട് പറയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീണാലും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം.